പുരാതന കാലത്ത് ലോകത്തെ ഒരു പ്രധാന വാണിജ്യ തുറമുഖമെന്ന് അനുമാനിക്കപ്പെടുന്ന സ്ഥലമാണ് മുസിരീസ്. ചേര രാജാക്കന്മാരുടെ പ്രധാന തുറമുഖമായ മുസിരീസ് 2500 കൊല്ലം മുമ്പ് ലോകത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ മുതൽ അമൂല്യ രത്നങ്ങൾ വരെ ഗ്രീക്കുകാർ, റോമക്കാർ തുടങ്ങിയ പ്രമുഖ വാണിജ്യ രാജ്യങ്ങളുമായി കച്ചവടം ചെയ്തിരുന്നു. മുസിരീസിനെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ കാണുന്നത് പുരാതന ഗ്രീക്ക് യാത്രാരേഖയായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന കൃതിയിലും അകനാനൂറ് എന്നറിയപ്പെടുന്ന തമിഴ് സംഘകൃതിയിലുമാണ്. ഇവ രണ്ടും രചിക്കപ്പെട്ടത് ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടിലാണ്. ചേര നഗരമായിരുന്ന ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് മുസിരീസ് എന്നായിരുന്നു പുരാവസ്തു ഗവേഷകർ കരുതിയിരുന്നത്. പിന്നീട് നടന്ന ഖനനങ്ങൾ പ്രകാരം മുസിരീസ് വടക്കൻ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന പ്രദേശം ആണെന്ന വാദവുമുണ്ടായി. എന്നാൽ തുറമുഖ കേന്ദ്ര പ്രദേശത്തിനോട് ചേർന്ന് വിശാലമായ പ്രദേശത്ത് പരന്നു കിടന്നിരുന്ന പട്ടണങ്ങളുടെ ഒരു സാംസ്കാരിക സഞ്ചയമാണ് പൊതുവിൽ മുസിരീസ് എന്നാണ് കരുതുന്നത്. ഇന്ന് വടക്കൻ പറവൂർ മുതൽ മതിലകം വരെ മുസിരീസ് ഹെറിറ്റേജ് പ്രദേശത്തിൻ്റെ ഭാഗമാണ്. കന്യാകുമാരി ജില്ലയിലെ മുൻചിറ പുരാതന മുസിരീസ് ആണെന്ന വാദവും ഉയർന്നു വന്നിട്ടുണ്ട്. പേർഷ്യ, മധ്യേഷ്യ, വടക്കൻ ആഫ്രിക്ക, ഗ്രീക്ക്, റോമൻ സാമ്രാജ്യങ്ങൾക്ക് ദക്ഷിണേന്ത്യയുമായുണ്ടായ വ്യാപാരത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ചിരുന്ന പ്രദേശം കൂടിയായിരുന്നു മുസിരീസ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ നാവികനും ചരിത്രകാരനുമായിരുന്ന പ്ലൈനി ദ എൽഡർ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ മേഖലയായാണ് മുസിരീസിനെ രേഖപ്പെടുത്തിയിരുന്നത്. 1-ാം നൂറ്റാണ്ടിലെ പ്രമുഖ വാണിജ്യ തുറമുഖമായിരുന്ന കേന്ദ്രമായിരുന്നു മുസിരീസ്. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ കൊടുങ്ങല്ലൂരിനോട് ചേർന്നാണ് മുസിരീസ് നിലനിന്നിരുന്നത് എന്ന് കരുതപ്പെടുന്നു. കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന ചേര പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് മുസിരീസ് പ്രബലമായ വാണിജ്യ കേന്ദ്രമായി രൂപപ്പെടുന്നത്. 9-ാം നൂറ്റാണ്ടിൽ പെരിയാർ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന 10 വൈഷ്ണവ ക്ഷേത്രങ്ങൾ അക്കാലഘട്ടത്തിലെ പാണ്ഡ്യ രാജാക്കന്മാരുടെ സ്വാധീനത്തിലുള്ള തെളിവാണ്. പൗരാണിക തമിഴ് കൃതികളും യൂറോപ്യൻ സഞ്ചാരികളുടെ രചനകളിലും